ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി വീക്ക് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ വീക്കായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ടെക്നോളജി ചിപ്പ് സ്റ്റോക്കുകളാണ് ഇന്ന് മോർണിംഗിൽ വീക്കായിട്ട് ട്രേഡ് ചെയ്യുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഡയറക്റ്റീവാണ്. NVIDIAക്ക് X20 ചിപ്പുകൾ ഇനി എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ലൈസൻസ് ആവശ്യമാണെന്നുള്ള ഒരു ഡയറക്റ്റീവാണ് ഇന്നലെ ട്രംപ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ NVIDIAയുടെ മാനേജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഈ ഒറ്റ റീസൺ കൊണ്ട് തന്നെ $5.5 ബില്യൺ ലോസ് ഉണ്ടാവാം. അതുപോലെ തന്നെ റവന്യൂവിൽ 14-18 ബില്യൺ ഡോളറിൻ്റെ ഇടിവ് ഈ വർഷം ഉണ്ടാവും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. NVIDIA ആഫ്റ്റർ അവേഴ്സിൽ അറൗണ്ട് 7% താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് ചിപ്പ് സ്റ്റോക്കുകളെല്ലാം തന്നെ അമേരിക്കയിൽ താഴെയാണ്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ നല്ല വൊളാറ്റിലിറ്റിയോട് കൂടിയിട്ട് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് 155.83 പോയിന്റ് വീക്കായിട്ടും S&P 500 9.34 പോയിന്റ് വീക്കായിട്ടും നാസ്ഡാക്ക് 8.32 പോയിന്റ് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. റസൽ 2000 സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 2.04 പോയിന്റ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. S&P 500 വിക്സ് 30.12 ആണ്. മിഞ്ഞാന്നത് 30.89 ആയിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഹയർ ലെവലിൽ തന്നെയാണ് S&P 500 വിക്സും ഇപ്പോഴും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അമേരിക്കൻ മാർക്കറ്റിൽ വീണ്ടും വൊളാറ്റിലിറ്റി കണ്ടിന്യൂ എന്നുള്ള കാര്യമാണ്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ നമ്മളും ഇന്നലെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങും ബെറ്റർ ക്ലോസിംഗ് ആയിരുന്നു. അതേസമയം ഇന്ന് നമ്മൾ സ്ലൈറ്റ്ലി വീക്ക് ഓപ്പണിംഗ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. Q4 റിസൾട്ടുകളുടെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് ഇന്ന് നമ്മൾ മാർക്കറ്റിൽ മേജർ ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് കാണുന്നത്. അതോടൊപ്പം തന്നെ ചൈനയുടെ Q1 GDP ഡാറ്റ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 5.4% തീർച്ചയായിട്ടും ഇത് എക്സ്പെക്റ്റേഷനേക്കാളും ബെറ്ററാണ്. 5.2% ആയിരുന്നു എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഏപ്രിൽ മുതലുള്ള രണ്ടാമത്തെ ക്വാർട്ടറിൽ GDP ഡാറ്റ താഴെ പോകാനാണ് ചാൻസസ്. കാരണം അമേരിക്കയുടെ ഈ ഡയറക്റ്റീവ്സും അതുപോലെ തന്നെ ഇമ്പോർട്ട് താരിഫൊക്കെ വന്നിരിക്കുന്നത് ഏപ്രിൽ മുതലാണ്. അതുകൊണ്ട് തന്നെ Q2 ബിലോ എക്സ്പെക്റ്റേഷൻസ് ആവാനാണ് സാധ്യത കൂടുതൽ. എന്നിരുന്നാലും മറ്റു ന്യൂസ് റോസ് എല്ലാം തന്നെ എക്കണോമിക് ന്യൂസ് റോസൊക്കെ പുറത്തു വന്നിട്ടുള്ളത് Q1 ബെറ്ററാണ് ചൈനീസ് മാർക്കറ്റിനെ സംബന്ധിച്ച്. പക്ഷേ ചൈനീസ് മാർക്കറ്റുകളും ഇന്ന് സ്ലൈറ്റ്ലി വീക്കാണ്. മേജറായിട്ട് ടെക്നോളജി ചിപ്പ് സ്റ്റോക്കുകളുള്ളൊരു ഇമ്പാക്റ്റാണ് ചൈനീസ് മാർക്കറ്റിൽ ഇന്ന് മോർണിംഗിലുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയും US തമ്മിലുള്ള താരിഫ് ടോക്കുകൾ മെയ് 15 കൂടി പൂർത്തിയാവുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷനാണ് ഇന്ത്യ ഗവൺമെൻറ്റിനുള്ളത്. അത്തരത്തിലുള്ള ഒരു ഔട്ട്കം ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ആയിരിക്കും. മോർഗൻ സ്റ്റാൻലി സെൻസെക്സ് ടാർഗറ്റ് മുമ്പ് ഒരു 93,000 വരെയൊക്കെ ഉയർത്തിയിരുന്നു ഈ ധനകാര്യ വർഷത്തിൽ. അത് വീണ്ടും താഴ്ത്തിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ലെവലിൽ നിന്ന് 7% മാത്രമാണ് ഈ വർഷം അവർ റൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 82,000 BSE സെൻസസിന് കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് അത്ര നല്ല പോസിറ്റീവ് ന്യൂസ് നല്ല മാർക്കറ്റിനെ സംബന്ധിച്ച്. പക്ഷേ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ ഓൾറെഡി മാർക്കറ്റിൽ ഡിസ്കൗണ്ടഡ് ആണ്. അതോടൊപ്പം തന്നെ മെറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഈ വർഷത്തെ മൺസൂൺ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും, എബോവ് ആവറേജ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം പ്രഡിക്റ്റ് ചെയ്തിരുന്നത് എബോവ് ആവറേജ് ആയിരുന്നു. എബോവ് ആവറേജിനേക്കാളും സ്ലൈറ്റ്ലി ഹയർ ആയിട്ടാണ് കഴിഞ്ഞ വർഷത്തെ മൺസൂൺ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ വരാൻ പോകുന്ന മൺസൂൺ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷനും അതുപോലെ തന്നെ എബോവ് ആവറേജ് ആണെങ്കിൽ ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ച് അതൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻഫ്ലേഷൻ ഡാറ്റയൊക്കെ താഴെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇമ്പാക്റ്റും പൊതുവെ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതേസമയം താരിഫ് റിലേറ്റഡ് ഇമ്പാക്റ്റ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ കാണുന്നത്. IREDA Q4 റിസൾട്ട് പുറത്തു വന്നിരുന്നു. ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. 501.6 കോടി രൂപയാണ് നെറ്റ് പ്രോഫിറ്റ്. ഇയർ ടു ഇയർ 48.7% ഗ്രോത്ത് കാണിച്ചിരിക്കുന്നത്. Q4 കഴിഞ്ഞ ധനകാര്യ വർഷം Q3 ഈ കഴിഞ്ഞ ധനകാര്യ വർഷത്തെ Q3 പോസ്റ്റ് ചെയ്തിരുന്നത് 425.38 അപ്പോൾ Q2 നോക്കുകയാണെങ്കിലും ഇയർ ടു ഇയർ നോക്കുകയാണെങ്കിലും IREDA എക്സലൻറ്റ് റിസൾട്ടാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അടുത്ത വർഷങ്ങളിലും IREDA ഇത്തരത്തിലുള്ള റിസൾട്ട് കാഴ്ചവെക്കാനാണ് ചാൻസസ് കൂടുതൽ. കാരണം ധാരാളം ഫണ്ടിങ് പ്രോജക്റ്റുകൾ കയ്യിലുള്ളൊരു കമ്പനിയും കൂടിയാണ് IREDA. അതോടൊപ്പം തന്നെ ആസ്റ്റർ DM ക്വാളിറ്റി കെയർ ഇന്ത്യ ആയിട്ടുള്ള മെർജറിന് കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഫർദർ റെക്കോർഡായിട്ടും മെർജറൊക്കെ കഴിയണമെങ്കിൽ ഇനിയും സമയമെടുത്തേക്കാം.
നോക്കാം. പക്ഷേ ആസ്റ്റർ ഡി എമ്മിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ആസ്റ്റർ ഡി എം ക്വാളിറ്റി കെയർ എന്നാണ് പുതിയ നെയിം വരാൻ പോകുന്നത്. മാർക്കറ്റ് വളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങി വയ്ക്കാൻ പറ്റുന്ന ഒരു സ്ട്രോങ് പിക്കാണ് ആസ്റ്റർ ഡി എം. TCSന് വിശാഖപട്ടണത്ത് വളരെ ചീപ്പായിട്ട് ലീസ് റെൻറ്റിൽ കൊടുത്തിട്ടുള്ള ലാൻഡ് 21.16 ഏക്കർ ലാൻഡ് അലോട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ്. തീർച്ചയായിട്ടും TCSനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അവിടെ 1370 കോടി രൂപയാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. 12,000 ജോബ് ക്രിയേഷൻസും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. OpenAI എലോൺ മസ്കിൻ്റെ എക്സ് ആയിട്ട് വലിയ രീതിയിലുള്ള കോമ്പറ്റീഷൻ നടക്കുകയാണ്. OpenAI സാം ആൾട്ട്മാനും എലോൺ മസ്കും തമ്മിൽ വലിയ ശത്രുതയുണ്ട്. അപ്പോൾ OpenAI എക്സിനെ പോലൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്താക്കാന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എലോൺ മസ്കും സാം ആൾട്ട്മാനും തമ്മിലുള്ളൊരു ടഗ് ഓഫ് വാർ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഈ രണ്ട് മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടിയും എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വേദാന്ത ലിമിറ്റഡ് OpenAI എക്കറേജ് ലൈസൻസിങ് പോളിസി ഉണ്ടായിരുന്നു. ഓയിൽ ഫീൽഡുകൾ ഓപ്ഷൻ ചെയ്യുന്നതായിരുന്നു. 9ാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ റിലയൻസ് BP ONGCക്കാണ് 14 ഓയിൽ ബ്ലോക്കുകൾ കിട്ടിയിരിക്കുന്നത്. വേദാന്തയ്ക്ക് 7 ഓയിൽ ബ്ലോക്കുകൾ കിട്ടിയിട്ടുണ്ട്. വേദാന്തയുടെ അണ്ടറിലുള്ള കെയിൻ ഓയിലിനാണ്. തീർച്ചയായിട്ടും ഈ ന്യൂസുകളൊക്കെ ലോങ് റണ്ണിൽ പോസിറ്റീവാണ്. NBCC എക്സലൻറ്റ് ഗൈഡൻസ് ആണ് അടുത്ത വർഷങ്ങളിലേക്ക് നൽകിയിരിക്കുന്നത്. ഈ ധനകാര്യ വർഷം അവരുടെ 12,000 കോടി രൂപയാണ്. ഈ ധനകാര്യ വർഷത്തെ അവരുടെ ടേൺ ഓവർ 2029 ആകുമ്പോഴേക്കും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 25,000 കോടി രൂപയാണ്. ഡൽഹി സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളെ പോലെയുള്ള പ്രൊജക്റ്റുകൾ മറ്റു സ്റ്റേറ്റുകളിലും ലോഞ്ച് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓർഡർ ബുക്ക് നോക്കുകയാണെങ്കിൽ അറൗണ്ട് 70,000 കോടി രൂപ വരെ ഓർഡർ ബുക്കും കയ്യിലുണ്ട്. തീർച്ചയായിട്ടും NBCCനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്. ഒപ്പം നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്നും താരം കമ്മോഡിറ്റി തന്നെയാണ്. കമ്മോഡിറ്റിയിൽ പ്രത്യേകിച്ച് ഗോൾഡാണ്. മറ്റെല്ലാ കമ്മോഡിറ്റികളും ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിൽ തന്നെയാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഗോൾഡ് ഇന്ന് മോർണിംഗിലും വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. $3,276 പെർ ഔൺസ് ആണ് ഇന്ന് മോർണിംഗിൽ ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹൈ. അതോടൊപ്പം തന്നെ ജൂൺ ഫ്യൂച്ചേഴ്സ് 3,291.43 ആണ് ഇന്ന് ഹിറ്റ് ചെയ്തിട്ടുള്ള പുതിയ ഹൈ. അപ്പോൾ ഗോൾഡിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവാണ്. ഗോൾഡ്മാൻ സാക്സിൻ്റെ പ്രഡിക്ഷൻ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു. വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ ഈ ഡിസംബർ 31 മുമ്പ് ഒരുപക്ഷെ $4,500 വന്നേക്കാന്നാണ് അവർ പറയുന്നത്. അടുത്ത ഫിനാൻഷ്യറിൽ വേസ്റ്റ് കേസ് സിനാരിയോ ഒന്നും ഇല്ലെങ്കിൽ അടുത്ത ജൂണോട് കൂടിയിട്ട് $4,000 പെർ ഔൺസിലേക്ക് വന്നേക്കാം. അതോടൊപ്പം തന്നെ $3,880 പെർ ഔൺസ് നോർമൽ സിറ്റുവേഷനിൽ ഗോൾഡ് ഹിറ്റ് ചെയ്തേക്കാന്നാണ് പറയുന്നത് ഡിസംബർ 31. അപ്പോൾ ഈ ന്യൂസുകളെല്ലാം തന്നെ ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ ഡാറ്റ ഇന്നോ നാളേക്കോ ആയിട്ട് പുറത്തു വരും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഡാറ്റ വരുമ്പോഴാണ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ സെൻട്രൽ ബാങ്കുകളുടെ ബൈയിങ്ങും അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസൊക്കെ അറിയുള്ളൂ. ഇതും ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അപ്പോൾ ഗോൾഡിനെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്ന ഇയറുകളും ബെറ്റർ തന്നെയാണ്. നമ്മൾ 2000 മുതലുള്ളൊരു കണക്കൊക്കെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയേക്കാളും സെൻസെക്സിനേക്കാളും ഏത് ഇൻഡെക്സുകളെക്കാളും ഏറ്റവും കൂടുതൽ റിട്ടേൺ കഴിഞ്ഞ 25 വർഷമായിട്ട് കൊടുത്തിട്ടുള്ള ഗോൾഡാണ്. അതുകൊണ്ട് ഗോൾഡിൻ്റെ സേഫ് പരിവേഷം അതുപോലെ തന്നെ ജനങ്ങളുടെ ഇൻട്രസ്റ്റ് അടുത്ത മാസങ്ങളിലും കൂടാനുള്ള സാധ്യതകളാണ്. അപ്പോൾ ഗോൾഡ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും വീക്ക് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയും തന്നെയാണ്. എന്നിരുന്നാലും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അപ്പ് മൂവ്സ് കാണാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നൈബ് ലിമിറ്റഡ് ഡിഫൻസ് രംഗത്തുള്ളൊരു കമ്പനിയാണ്. ഇവരുടെ സബ്സിഡിയറിക്ക് വീണ്ടും വലിയ ഓർഡേഴ്സാണ്. സ്പേസ് റിലേറ്റഡ് അവരുടെ സബ്സിഡിയറിയിൽ നിന്ന് ആ സബ്സിഡിയറിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നൈബ് ലിമിറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവും പ്രോമിസിങ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഉണ്ട്. അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസുമായിട്ട് മുന്നോട്ട് പോവുക. മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ Q4 റിസൾട്ടുകൾ നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള കമ്പനികൾ അതുപോലെ തന്നെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനികൾ ഇൻ്റർനാഷണൽ താരിഫ് റിലേറ്റഡ് ഇഷ്യൂവിൽ നിന്ന് വലിയ പെരുക്കേൽക്കാത്ത കമ്പനികളൊക്കെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.